ശ്രീ രാജേന്ദ്രൻ, വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. കാരണം ധീരജ് മരിച്ച ആ വാർത്തകളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ വിഷമം എന്തുമാത്രമാണ് എന്ന് പറക്കമുറ്റും മുമ്പാണ് അവനെ കുത്തി വീഴ്ത്തിയത്. തീർച്ചയായും വലിയ വിഷമമുണ്ട്. അതിനേക്കാളൊക്കെ വലിയ വിഷമം താങ്കൾക്കും കുടുംബത്തിനും ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ധീരജിനെ കുത്തിയ കത്തി താഴെയിട്ടിട്ടില്ലെന്ന് താങ്കളുടെ തന്നെ പ്രസ്ഥാനമായ കോൺഗ്രസ്സിലെ MLA അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ, കൊലവിളി വിളിച്ചപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത് പിതാവെന്ന നിലയിൽ? സുധാകരൻ ഊട്ടി വളർത്തിയ കോൺഗ്രസിൻ്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി നിരപരാധിയും നിഷ്കളങ്കനുമായ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി അവിടെ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നിട്ടും ബോധപൂർവം ഉണ്ടാക്കണമെന്ന ഗൂഢാലോചനയിൽ പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ വരികയും ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടി കോളേജിൽ നിന്നും പുറത്തേക്ക് വന്ന ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തിയത്. എന്നിട്ട് അന്ന് സുധാകരനടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഞങ്ങളല്ല അത് ചെയ്തത്, ധീരജ് ഇറന്നു വാങ്ങിയ മരണമാണെന്ന്. അതിന് വിരുദ്ധമായിട്ട് ഈ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുകയുണ്ടായി, ധീരജിനെ കുത്തിയ കത്തി ഞാൻ കണ്ടു എന്നും അത് ഒരാളുടെ പക്കൽ ഉണ്ട് എന്നും ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന പ്രകടനത്തിൽ പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യത്തിൽ വീണ്ടും ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറയുകയുണ്ടായി, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ മുക്കിയിട്ടില്ല, അത് മിനുക്കിയെടുത്ത് DYFI എന്ന പ്രസ്ഥാനത്തിനെ ഒരു പണിയുടെ ദിവസ പണിയുടെ സമയം കൊണ്ട് തകർത്ത് കളയുവാൻ ഞങ്ങൾക്കാകും എന്നാണ് അവർ കൊലവിളി നടത്തിയത്. തീർച്ചയായും അച്ഛനത് കേട്ടപ്പോൾ വലിയ വിഷമമുണ്ടാകും, അത് ചോദിക്കുന്നില്ല. പക്ഷേ താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളായിരുന്നു അല്ലേ? തീർച്ചയായും ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിട്ട് ഇന്ന് ഏകദേശം 45 വർഷം കഴിഞ്ഞു. കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ എൻ്റെ കുഞ്ഞിനെ അവർ കൊല ചെയ്തത്? അതിനു പുറമെ ഓരോ ദിവസവും ഇങ്ങനെ ഞങ്ങളെ കുത്തിനോവിക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ കൊലവിളികളും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുകയാണ്. അവരുടെ കയ്യിൽ ധീരജിനെ കുത്തിയ കത്തി കയ്യിലുണ്ട് എങ്കിൽ അവന്മാരോട് ഞാൻ പറയുകയാണ്, ആ കത്തിയുമായി ഇവിടെ വന്ന് ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകൾ ഇവിടെയുണ്ട്, ഞങ്ങളെ കൂടി ആ കത്തി ഉപയോഗിച്ച് നിങ്ങൾ കുത്തിക്കൊല്ലണമെന്ന് കോൺഗ്രസിനോടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടും വളരെ വിഷമത്തോടും സങ്കടത്തോടും പറയുകയാണ്. ഞങ്ങളുടെ ഈ സങ്കടത്തിൽ നിന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ മോചിപ്പിക്കണം എന്ന് വിനയത്തോടെ പറയുകയാണ്. അവർ വേണമെങ്കിൽ കത്തിയുമായി വന്നു കളയും, പക്ഷേ അതിനെ കേരളം പ്രതിരോധിച്ചുകൊള്ളും. ശ്രീ രാജേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ കൊലപാതകം നടത്തിയ പ്രതികളെ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞ് സുധാകരൻ തന്നെ, താങ്കൾ മുമ്പ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരുന്ന സുധാകരൻ തന്നെ, അല്ലെങ്കിൽ താങ്കൾ വോട്ട് ചെയ്തിട്ടുള്ള സുധാകരൻ തന്നെ, കെ സുധാകരൻ തന്നെ പറഞ്ഞു തൻ്റെ കുട്ടികളെന്ന്, ധീരജിനെ കൊന്നവരെ. ഇപ്പോഴിതാ മുദ്രാവാക്യം ആവർത്തിച്ച് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ധീരജിൻ്റെ കൊലപാതകികൾ രാഷ്ട്രീയ വേദികളിലൊക്കെ ധീരജിനെ കൊന്നിട്ടില്ലെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ധീരജിനെ കൊന്നത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പദ്ധതിയായിരുന്നു എന്ന് തെളിയുകയല്ലേ ശ്രീ രാജേന്ദ്രൻ? തീർച്ചയായും അതിന് തെളിവാണല്ലോ ഈ 2 യൂത്ത് കോൺഗ്രസ്സുകാരുടെയും നാവിൽ നിന്നും അവന്മാർ പറഞ്ഞത്, ധീരജിനെ കുത്തിയ കത്തി ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന്. ഇതിൽ പരം തെളിവ് ഇനി എന്താണ് വേണ്ടത്? തീർച്ചയായും ഇത്
ഈ കുടുംബം എന്ന നിലയിൽ അച്ഛൻ മാത്രമല്ല, ആ കുടുംബത്തിലുള്ള നിങ്ങൾ 3 പേർ, അത് ഈ ദുഃഖഭാരത്താൽ കണ്ണീരോടുകൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത്. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ മുദ്രാവാക്യം കൂടി അവർ വിളിച്ചപ്പോൾ, അതും താങ്കളുടെ തന്നെ മുമ്പ് നിലനിന്നിരുന്ന പ്രസ്ഥാനത്തിലെ ആൾക്കാരാണ് അങ്ങനെ വിളിച്ചപ്പോൾ, ഒരു ദയയുമില്ലാതെ വിളിച്ചപ്പോൾ എന്താണ് തോന്നിയത് അച്ഛൻ എന്ന നിലയിൽ? ഞങ്ങളുടെ മനസ്സ് തകർന്നു പോവുകയാണ് ചെയ്തതെന്ന്. ആ സംഭവം ഞങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ക്രൂരത ഇനിയും അവരെന്തിനാണ് ഞങ്ങളോട് ചെയ്യുന്നത് എന്ന് വിനയത്തോടെ സങ്കടത്തോടെ ഞങ്ങൾ ചോദിച്ചു പോവുകയാണ്. തീർച്ചയായും 3.5 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖവും സങ്കടവും അത് അറിയിക്കുവാൻ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ കുട്ടികളാണെന്ന് പറഞ്ഞ സുധാകരനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങൾക്കോ അതിൻ്റെ വേദന അറിയണമെങ്കിൽ ആ അനുഭവം അവർക്ക് ഉണ്ടാകണം, എങ്കിലേ അവരത് പഠിക്കൂ. ആദർശധീരന്മാരായ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു. ഒരു ആശ്വാസവാക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഒന്നോർക്കണം, 45 വർഷത്തോളം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന എന്നെയാണ്, എൻ്റെ കുഞ്ഞിനെയാണ് അവർ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയും വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി നോവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധീരജിനെ കുത്തിയ കത്തി അവന്മാരുടെ കയ്യിലുണ്ടെങ്കിൽ ആ കത്തിയുമായി ഇവിടെ വന്ന് ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനെ കൂടി അവരോട് കൊന്നു തരുവാൻ, കുത്തിക്കൊല്ലുവാൻ ഞങ്ങൾ സങ്കടത്തോടെ അപേക്ഷിക്കുകയാണ്. ശരി, ശ്രീ രാജേന്ദ്രൻ.